അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. അപ്പോൾ ഇന്ന് നമുക്ക് 2026 അടിപൊളി കുറച്ച് കലണ്ടേഴ്സ് കണ്ടു നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ഇതുപോലെ ഫ്ലോറൽ കലണ്ടറാണ് ചെയ്യുന്നത്. ഈ സെയിം കലണ്ടർ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പ്രിൻറ്റഡ് വേർഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ പൈപ്പ് ക്ലീനേഴ്സൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ആദ്യം ഞാനിതാ പോട്ട് ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എല്ലാ മന്തും ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര മടിയുള്ളൊരു സംഭവമാണ് കാലണ്ടേഴ്സ് ഓരോ മന്തും ഇതുപോലെ വരച്ചെടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഞാനത് പ്രിൻ്റ് എടുക്കാറാണ് കേട്ടോ ഉള്ളത്. അപ്പം ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോർമൽ നമ്മുടെ പ്രിൻ്റ് എടുത്താലും മതി കേട്ടോ. ഇനി ഞാനിതാ ഇതിൽ നമ്മുടെ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മുടെ പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മിനി തുലിപ്പ് ഫ്ലവേഴ്സ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പ്രിൻ്റ് എടുക്കുന്ന ടൈപ്പ് ഞാൻ ചെയ്തത് മുകളിൽ ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഇതുപോലെ ഗ്രീൻ പൈപ്പ് ക്ലീനർ ഞാൻ ഇതുപോലെ 3 പാർട്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈസി ആയിട്ട് നമ്മൾ ഇതുപോലെ മിനി തുലി ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് ഓരോന്ന് നമുക്ക് ഓരോ കലണ്ടറിൻ്റെ ഓരോ മന്തിലും ഇതുപോലെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ വേറൊരു കുറച്ച് കട്ടിയുള്ള പേപ്പർ തന്നെ എടുക്കണം. അപ്പം ആ ഒരു പേപ്പർ ഇതുപോലെ നേരെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളിതാ ഈ ഒരു പേപ്പറിൽ കാണുന്ന ഷേപ്പിൽ ഇതുപോലെ വരച്ചിട്ട് ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പേപ്പർ സ്റ്റാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത നമ്മൾ ന്യൂ ഇയർ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ടൈപ്പ് കലണ്ടറാണ് ഫോട്ടോ കലണ്ടർ ചെയ്തെടുക്കുന്നത്. അപ്പം ആദ്യം ഞാൻ ഇതുപോലെ ഗ്ലോസി ഷീറ്റിൽ പ്രിൻ്റ് എടുത്തതാണ്. അപ്പം ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റിലേക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇതേപോലെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 6-9 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമുക്കിതിനൊരു സ്റ്റാൻഡും കൂടെ ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പീസ് സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ചരിച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് കറക്റ്റ് സ്റ്റാൻഡ് പോലെ വെക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇതാ ഫുള്ള് നമ്മളിനി കളർ ചെയ്ത് കൊടുക്കുകയാണ്. അക്രിലിക് പെയിൻ്റാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇപ്പോൾ വേറെ എന്തെങ്കിലും ഫോട്ടോസും ഒക്കെ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ കലണ്ടറാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി പിൻട്രസ്റ്റി ഒരു സ്റ്റൈല് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പം നമ്മുടെ കലണ്ടർ ഞാനിതാ ഇതേപോലെ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം ഫോട്ടോ കലണ്ടർ നമുക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ മാഗ്നറ്റ് ടൈപ്പ് സ്റ്റിക്കർ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ പ്രൊഡക്റ്റ് ലിസ്റ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പം അതേപോലെ ഷീറ്റ് ഞാനിതാ ഇതേപോലെ നമുക്ക് വേണ്ട സൈസിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് ഇതേപോലെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ സൈസിലാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ചെറിയൊരു സൈസ് മതി കേട്ടോ. അപ്പം ഇതാ ഫുള്ള് ഞാൻ എല്ലാ കലണ്ടറും ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പം ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ മന്തും അങ്ങനെയും വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്.
നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഫോട്ടോ കാലണ്ടേഴ്സ് ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്യാൻവ ആപ്പ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒത്തിരി എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ആദ്യം ചെയ്യാതിരുന്നത് കേട്ടോ. പിന്നെ ഒത്തിരി റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞാനൊരു A5 സൈസിലുള്ള ഡോക്യുമെൻ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ താഴെ എലമെൻറ്റ്സിൽ ഫ്രെയിംസ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഇതേപോലെ ഒത്തിരി പല ഷേപ്പിലുള്ള ഫ്രെയിംസ് കിട്ടും. ഞാനിത് കോർണർ കുറച്ച് കേർവ് ആയിട്ടുള്ളൊരു ഫ്രെയിമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് പൊസിഷൻ ചെയ്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഓരോ കോർണറിൻ്റെയും നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് സൈസ് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ നമ്മുടെ പിൻട്രസ്റ്റ് ആപ്പ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കാലണ്ടർ 2026 എന്നടിച്ചാൽ ഒത്തിരി കാലണ്ടേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണ്ട കാലണ്ടർ ഇതുപോലെ നമുക്ക് 3 ഡോട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്ത് ഇതിൽ യൂസ് ചെയ്യാം. ഇനിയിപ്പം അതല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ കളറിലും അല്ലെങ്കിൽ ഫോണ്ടിലൊക്കെ നിങ്ങൾക്ക് ഈ കാലണ്ടറിൻ്റെ ഓരോ ഫോണ്ടും ചെയ്ത് കൊടുക്കണം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മന്ത് ഞാൻ ഇതേപോലെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഫോണ്ടൊക്കെ ഒന്ന് ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി വേറൊരു ടെക്സ്റ്റ് എടുത്തിട്ട് നമുക്കതിൽ നമ്മുടെ ഡേയ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ 7 കോളംസ് ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 7ഉം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രൂപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എന്നിട്ട് ഗ്രൂപ്പ് ചെയ്തും കൂടെ കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഗ്രൂപ്പിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് 5 റോസ് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ നമുക്ക് വീക്ക് ആഡ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതിനോട് വിട്ടുപോയത് അത് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അതും കൂടെ വരുമ്പോൾ നിങ്ങൾക്കൊരു റോയും കൂടെ ആഡ് ചെയ്യേണ്ടി വരും മുകളിലായിട്ട്. അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ മന്തിനനുസരിച്ചിട്ട് അതിൻ്റെ ഡേയ്സും ഇതുപോലെ ഇങ്ങനെ ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ഓരോ മന്തും 30 ഡേയ്സും 31 ഡേയ്സ് 28 ഡേയ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെലക്ട് എലമെൻറ്റ്സിൽ ഫുള്ള് ഡേയ്സും നമുക്കിതുപോലെ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തിട്ടാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊസിഷൻ ചെയ്യാനും സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും ഈസി ആയിട്ട്. അപ്പം അതും കൂടെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇനി വേണമെങ്കിൽ 2026 ആഡ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പിൻട്രസ്റ്റ് പോയാൽ കിട്ടും. പിന്നെ അതുപോലെ ക്യാൻവയിലുണ്ട്. പക്ഷേ അതിൽ ചിലപ്പോൾ പെയ്ഡ് വേർഷൻസ് ഉണ്ടാവും. അപ്പോൾ പെയ്ഡ് അല്ലാത്തത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ അപ്ലോഡ്സിൽ നമ്മുടെ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സെലക്ട് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി ഞാൻ ഇതെല്ലാം കൂടെ PNG ഫയലായിട്ടാണ് ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് PNG ഫയൽ ഫുൾ സൈസിൽ തന്നെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് ക്ലാരിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. അതിനുശേഷം വേറൊരു ഷീറ്റ് ഡോക്യുമെൻ്റ് എടുക്കുക. ക്യാൻവയിൽ തന്നെ 6x9 സെൻറ്റിമീറ്റർ സൈസിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്തെടുക്കാം. അതെങ്ങനെയെന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത്. ഈ ഓരോ കലണ്ടർ കാർഡിൻ്റെ ആ ഒരു സൈസാണ് കേട്ടോ ബ്ലാക്കിൽ നിന്നിങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ സൈസ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആ ഒരു ഇതിൽ കാണിക്കുന്ന സൈസ് സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ സൈസ് കറക്റ്റ് ചെയ്തൊക്കെ ക്യാൻവയിൽ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇതേപോലെയുള്ള നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ Happy New Year. Thanks for watching.